ഹലോ! ഈ കാണുന്നതാണ് ജെറുസലേമിലെ ഏറ്റവും പ്രശസ്തമായ കിംഗ് ഡേവിഡ് ഹോട്ടൽ. എനിക്കെന്താ ഇവിടെ കാര്യം എന്നല്ലേ, ഞാനിവിടെ കുറച്ച് ദിവസത്തേക്ക് ഒരു ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി വന്നതാണ്. അമേരിക്കയിൽ നിന്ന് ഒരു അമ്മച്ചി വരുന്നുണ്ട്. അപ്പോൾ ആ അമ്മച്ചീനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഈ കാണുന്നതൊക്കെ ഈ ഹോട്ടലിൽ വന്ന് താമസിച്ചിട്ടുള്ള പ്രധാനമന്ത്രിമാരുടെയും അതുപോലെ തന്നെ വിവിഐപി ഗസ്റ്റുകളുടെയൊക്കെ സിഗ്നേച്ചറാണ്. ഇതാണ് ഞങ്ങൾ താമസിച്ച സ്യൂട്ട്. ഈ ഒരു റൂമിൽ നിന്ന് രാത്രി കാലങ്ങളിൽ പുറത്തേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് അതിമനോഹരമാണ്. ജെറുസലേമിലെ ഓൾഡ് സിറ്റിയിലെ ഒട്ടുമിക്ക ഹോളി സൈറ്റുകളും നമുക്കിവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ജോലി പോലെയല്ല തോന്നിയത്. ഒരു ഹോളിഡേ ട്രിപ്പ് പോലെയാണ്. കാരണം അമ്മച്ചിയും അമ്മച്ചിയുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ കുറേ പേര് അമേരിക്കയിൽ നിന്ന് വന്നായിരുന്നു. അപ്പോൾ അവരൊരു ഹോളിഡേ ട്രിപ്പായിട്ടും അതുപോലെ അമ്മച്ചിയുടെ അപ്പച്ചൻ മരിച്ചിട്ട് 1 വർഷം തികയുന്ന ദിവസമായിരുന്നു. അപ്പോൾ അന്നത്തെ ആ ഒരു പ്രാർത്ഥനയ്ക്കും വേണ്ടിയാണ് അവർ അമേരിക്കയിൽ നിന്ന് വന്നത്. അതുപോലെ തന്നെ ഈ കാണുന്നത് പ്രശസ്തനായ ഒരു മ്യൂസിഷ്യനാണ്. ഇസ്രായേലിലെ ഇഷേ റിബോ എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കൽ ഷോയും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പോകുന്നത് അമ്മച്ചിയുടെ അപ്പച്ചൻ്റെ കല്ലറയിലേക്കാണ്. ബെത്ഷെമേഷിലാണ് കല്ലറയുള്ളത്. ഞങ്ങൾ 2 പ്രാവശ്യം ഈ ഒരു കല്ലറയിലേക്ക് പോയായിരുന്നു. ഇവിടുത്തെ കല്ലറകളിൽ നമുക്കൊരിക്കലും പൂക്കളധികം കാണാൻ പറ്റത്തില്ല. വളരെ റെയറായിട്ട് മാത്രമേ കാണത്തുള്ളൂ. ഇവിടെ ഈ കല്ലറകളുടെ മുകളിൽ അവർ കല്ലുകളാണ് വെക്കുന്നത്. ഈ കല്ലുകളാണ് അവർ എത്ര പ്രാവശ്യം വന്നു എന്നുള്ളതിനെ ഓർമ്മിപ്പിച്ച് ഇവിടെ വെച്ചിരിക്കുന്നത്.